ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോണ്ടയുടെ CD ഡീലക്സ് വണ്ടി. നമുക്കത് ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അതേപോലെ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അതേപോലെ ഫുഡ് റെസ്റ്റ് ഫ്രണ്ട് റൈറ്റ് സൈഡ് പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കോൺസെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹാൻഡിൽ ടൈറ്റ് ആവണം. അപ്പോൾ അതും കോൺസെപ്റ്റ് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ക്ലച്ച് ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നോക്കി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് അത്യാവശ്യം ലൂസായിട്ടുണ്ട്. അതായത് ചെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചാട്ടം പോലെ കാണിക്കുന്നുണ്ട്. അത് ഇതിന് പ്ലേ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ന കേസാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതേപോലെ ചെയിൻ ലൂസായിട്ടുണ്ട്, പുതിയ ചെയിനാണ്, ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറൊക്കെ ചെക്ക് ചെയ്തു. ടയറൊക്കെ നല്ല ടയറാണ്. ഹബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഹബിന് നോർമൽ തേമാനം ഉണ്ട് ചെറുതായിട്ട്. അത് തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ സൈഡൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്, അത്യാവശ്യം നല്ല ഫിൽറ്ററാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എയർ അടിച്ച് ക്ലീനാക്കി എടുക്കാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ കാണിച്ചിട്ടില്ല, ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ നമുക്ക് കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ ക്ലീനിങ് ഒന്നും വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ട്യൂണിങ്ങോ അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ജനറൽ സർവീസിൽ വരാം. പിന്നെ നമുക്കിപ്പോൾ തൽക്കാലം കാർബറേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടാതിരിക്കണം നല്ലത്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് വന്ന പ്രോബ്ലം കാർബറേറ്റർ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ നമ്മളത് ക്ലിയർ ചെയ്യാൻ നോക്കിയാലും സാധാരണ രീതിയിൽ കറക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ പിന്നെ നമ്മൾ കാർബറേറ്റർ മാറ്റേണ്ട സിറ്റുവേഷൻ ആവും. അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് കൃത്യമായിട്ട് തക്കതായൊരു കാരണമില്ലാണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം ഇനി തൊടാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ പഴിക്കേണ്ട. എന്തെങ്കിലും ഇപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മിസ്സിങ് റണ്ണിങ്ങിൽ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് അത് നമുക്ക് വരും. കുറച്ച് എപ്പോഴും വരും എന്നുള്ള കേസ് കൺഫ്യൂഷനുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കംപ്ലയിൻറ്റ് വരും എന്നുള്ള ദിവസം 100% ഉറപ്പാണ്. അപ്പോൾ അത് കംപ്ലയിൻറ്റ് വരുന്നത് വരെ നമുക്ക് പരമാവധി ഉപയോഗിക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക വണ്ടിക്കും കാർബറേറ്റർ നമ്മളിപ്പോൾ ഈ കണ്ടീഷനിൽ ഇതേപോലെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ തീയതി അഴിച്ച് ക്ലീൻ ചെയ്ത് ചില കേസിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്റർ മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു ലക്ഷണം കാണിച്ചിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിലും പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മാറ്റാം. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. അത് നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 9.62 ഉണ്ട്. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. ക്ലച്ചിൻ്റെ കേബിൾ നമുക്ക് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ക്ലച്ച് കേബിൾ നമുക്കൊന്ന് മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 കേബിളുകൾ നമുക്കൊന്ന് മാറ്റിയിടാം. ക്ലച്ച് കേബിൾ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് മാക്സിമത്തിൽ കിടക്കണം കേട്ടോ. അതുകൊണ്ടാണ് ക്ലച്ചുകൾ മാർജിനേഴ്സ് പറഞ്ഞത്. അതായത് പ്ലേ കറക്റ്റായി കിട്ടുന്നില്ല. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം. ആക്സിലേറ്റർ കേബിളും ഇതേപോലെ തന്നെ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും പൊട്ടിയൊക്കെ നമുക്ക് വഴിപ്പെടുന്ന സിറ്റുവേഷനൊക്കെ വന്നേക്കാം. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. നമുക്ക് സ്റ്റേ മാത്രമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലിടാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ അസംബ്ലി മാറ്റേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് അസംബ്ലി നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ട് നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. സ്പീഡോമീറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. മീറ്ററൊക്കെ മെക്കാനിസം കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ബ്രേക്കിൻ്റെ കേസ് മാത്രം റെഡിയാക്കി കയറ്റാം. വീൽ ബെയറിങ്ങിൻ്റെ ബേസൊക്കെ ഓക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇവിടെ വരുന്ന കോൺസെപ്റ്റാണ് പ്രോബ്ലം വന്നേക്കണേ. നമ്മൾ സെറ്റ് ചെയ്തിട്ടും ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാണെങ്കിലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ തൽക്കാലം ഈ രീതി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് മാറ്റുമ്പോൾ നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിൽ ഉൾപ്പെടുത്തിയേക്കാം. എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. അത് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ട് തരുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നിലവിലത്തൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം കേട്ടോ.